സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിലൂടെയാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. ഒക്ടോബർ 8 നടക്കുന്ന 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാനച്ചടങ്ങിൽ പുരസ്കാരം നൽകും. സജു തോമസ് വിവരങ്ങൾ വായിച്ചിരുന്നു. സജു, കഴിഞ്ഞ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ മിഥുൻ ചക്രവർത്തി BJP-യിൽ ചേർന്നിരുന്നു. ഈ അവാർഡ് പ്രഖ്യാപനത്തെ അങ്ങനെ കാണണോ? അജിംസ്, തീർച്ചയായിട്ടും എന്തായാലും ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് എന്ന വണ്ണമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. പ്രധാനമായിട്ടും അജിംസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP-യുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഇതിലൂടെ വ്യക്തമാവുകയാണ്. അതായത് അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി എന്നുള്ളതാണ് ഇതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. മൃഗയ, സുരക്ഷ, ഡിസ്കോ ഡാൻസർ, ഡാൻസ് തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയും അഭിനയവുമായി ബന്ധപ്പെട്ട് വലിയ മേൽക്കൈയൊക്കെയുമുള്ള ഒരു നടനാണ്. എങ്കിൽ തന്നെയും അജിംസ് ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. അദ്ദേഹം പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിലനിന്നിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ വന്നിരുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ച ഈ ഒരു അവാർഡുമായി കൂടെ ചേർത്ത് വായിക്കേണ്ടി വരും. അജിംസ്.